ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ യൂണിവേഴ്സൽ ജെഇ ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടാർഗറ്റ് ജെഇ 2026 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന മേ ബി +1 അടക്കം ജോയിൻ ചെയ്തിട്ടുള്ള പലർക്കും ആക്ച്വലി എന്താണ് ജെഇ എക്സാം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി പലർക്കും കിട്ടിയിട്ടില്ല. പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു മിസ്റ്റേക്കും അത് തന്നെയാണ്. കാരണം +2ൻ്റെ അവസാനം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ ഒരു എക്സാമിൻ്റെ കംപ്ലീറ്റ് പാറ്റേണും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ മനസ്സിലാക്കുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വിൻ ചെയ്യാൻ നമ്മൾ ആദ്യം വേണ്ടത് അവയർനെസ് ആണ്. ആ എക്സാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ സ്ട്രാറ്റജിയും അതിൻ്റെ പാറ്റേണും അതിൻ്റെ മാർക്കിംഗ് സ്കീം എന്താണ്, ഏതൊക്കെ കോളേജുകളിലേക്ക് നമുക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടുള്ള ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജെഇ എന്ന് പറയുന്ന എക്സാമിൻ്റെ A to Z ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. അത് മാത്രമല്ല, നിങ്ങളുടെ ജെഇ ആസ്പയർ ചെയ്യുന്ന IITസിലേക്കും NITസിലേക്കും ഒക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ എന്ത് ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ നിർബന്ധമായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ വേണം. സോ എന്താണ് ജെഇ എന്നുള്ളത് നമ്മളിതാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലിതാ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജെഇ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വേർഡ്സ്, എസ്പെഷ്യലി നിങ്ങൾ 10th ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കുറച്ച് ടേംസ് ആണ്. ജെഇഇ മെയിൻസ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് ജെഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന മറ്റൊരു എക്സാം ഉണ്ട്. ആൻഡ് ഈ രണ്ട് എക്സാമുകളുടെയും പാറ്റേൺസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത് ഈ എക്സാമിലൂടെ ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് അഡ്മിഷൻ നൽകുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, എന്താണ് ജെഇ എന്നുള്ളൊരു വേർഡ് തന്നെ അല്ലേ. അതായത് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ്റെ ഷോർട്ട് ഫോമാണ് ആക്ച്വലി എന്ത്, ജെഇഇ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഞാനൊക്കെ എഴുതിയിരുന്ന സമയത്ത് ഞാൻ IIT മദ്രാസിലേക്ക് അഡ്മിഷൻ നേടിയിരുന്നു. ആ സമയത്ത് AIEEE എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എക്സാമാണ് NITസിലേക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ IIT JEE എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എക്സാം IITകളിലേക്കും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഇൻഡിവിജ്വൽ എക്സാംസ് ആയിരുന്നു. ഒരെണ്ണം ക്വാളിഫൈ ചെയ്തിട്ട് അടുത്തത് എഴുതണം എന്നുള്ള നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ മാറി. ഇപ്പം നമുക്ക് ഈ JEE എന്ന് പറയുന്ന എക്സാമിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് ജെഇ മെയിൻസും അതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം ജെഇ അഡ്വാൻസ്ഡ് എഴുതിയിട്ട് IITകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ എക്സാമിലൂടെയാണ് മറ്റ് പല സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ജെഇ മെയിൻസിനെ കുറിച്ച് സംസാരിക്കാം. സോ നിങ്ങളുടെ IIT ഡ്രീമിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജെഇഇ മെയിൻസ് തന്നെ ആയിരിക്കും. ഈ ഒരു എക്സാം നമ്മൾ എഴുതണം. ഇതിൽ നല്ല സ്കോറോട് കൂടിയിട്ട് നമ്മൾ നെക്സ്റ്റ് എക്സാമിലേക്ക് എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യുകയും വേണം. അത് മാത്രമല്ല, ഈ ഒരു എക്സാമിൽ നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ വേറെ ഒരുപാട് IITകളല്ലാത്ത മറ്റ് പല ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് അഡ്മിഷൻ ഉറപ്പിക്കാവുന്നതാണ്. സോ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ നാഷണൽ ലെവലിൽ ഒരുപാട് എക്സാമുകൾ നീറ്റ് അടക്കം കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്, NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഇത് 2 സെഷൻസ് ആയിട്ടാണ് ആക്ച്വലി ഈ എക്സാം നടക്കുക. അതായത് ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെയിം അക്കാഡമിക് ഇയറിൽ തന്നെ 2 തവണ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജനുവരിയിലും അതുപോലെ തന്നെ യൂഷ്വലി ഏപ്രിലുമാണ് അത് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +2ലെ അക്കാഡമിക് ഇയറിലുള്ള ജനുവരിയിലാണ് ഫസ്റ്റ് സെഷൻ വരിക. നിങ്ങളുടെ +2 ബോർഡ് എക്സാം എപ്പോഴാണ് വരിക, അത് മാർച്ചിലാണ്. അപ്പോൾ നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന് മുൻപ് തന്നെ JEEയുടെ ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരും. പിന്നെ മാർച്ചിലെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെഷൻ ഏപ്രിലുമാണ് കണ്ടക്ട് ചെയ്യുക. ഇതാണ് ജെഇ മെയിൻസിൻ്റെ എക്സാമുകളുടെ ഒരു രൂപം. അത് മാത്രമല്ല, അത് ഓരോ ദിവസവും 2 ഷിഫ്റ്റ് ആയിട്ടാണ് ഇത് നടക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ എക്സാംസ് ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് എക്സാം എഴുതാൻ കഴിയില്ല. സോ പല ദിവസങ്ങളിലായിട്ട് 5-6 ദിവസങ്ങളിലായിട്ട് രാവിലെയും വൈകിട്ടും 2 ഷിഫ്റ്റുകളിലായിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക. അതിൽ തന്നെ 9 to 11 ആണ് മോർണിംഗ് ഷിഫ്റ്റ്. അതുപോലെ ഈവനിങ് 3 to 6 PM. ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ഒക്കെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ത് ചെയ്യാറുള്ളത്, കണ്ടക്ട് ചെയ്യാറുള്ളത്. അതാണ് ജെഇ മെയിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാ കുട്ടികളും എയിം ചെയ്യാറുള്ളത് ഫസ്റ്റ് സെഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഒരു സ്കോർ ജെഇയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു കോളേജിലേക്കുള്ള അഡ്മിഷൻ സെക്യൂർ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തുടങ്ങാൻ സാധിക്കും. സോ 3 പേപ്പറുകളാണ് ജെഇ മെയിനിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നത്. ഫസ്റ്റ് പേപ്പർ 1 BTech BE കോഴ്സുകളിലേക്കുള്ള പേപ്പർ 1. അതുപോലെ തന്നെ പേപ്പർ 2ൽ തന്നെ അഗെയിൻ 2 ഡിവിഷൻസ് ഉണ്ട്. ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കാണ് പേപ്പർ 2A വരുന്നത്. പേപ്പർ 2B വരുന്നത് ബാച്ചിലർ ഓഫ് പ്ലാനിംഗ് എന്ന് പറയുന്ന കോഴ്സിലേക്കാണ്. സോ ഈ 3 എക്സാമുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 എഴുതാം, അതുപോലെ 2 മാത്രം എഴുതാം. ഇനി ഫസ്റ്റ് 1 മാത്രമാണെങ്കിൽ അത് മാത്രം രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്തുകൊണ്ട് ഈ എക്സാമുകൾ എഴുതാവുന്നതാണ്. ആൻഡ് ജെഇ മെയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന്
ഒരു സ്റ്റുഡൻറ്റിന് 3 അക്കാഡമിക് ഇയറിലാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുള്ളൂ. അതാണ് ജെഇ മെയിൻ്റെ ഒരു ലിമിറ്റേഷൻ. നീറ്റ് പോലെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാം, ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എഴുതാം, അഗെയിൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 more ഇയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എഴുതാം. സോ ആ ഒരു 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, പ്ലസ് ടു, അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റിംഗ് ഇയർ, പിന്നെ വീണ്ടും ഒരു വർഷം റിപ്പീറ്റിംഗ്, അങ്ങനെ ആകെ 3 വർഷം കണ്ടിന്യൂസ്ലി വരുന്ന 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജെഇ മെയിൻ എഴുതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിലെ ഫസ്റ്റ് പേപ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൻ്റെ മാർക്കിംഗ് സ്കീം വരുന്നത് കറക്റ്റ് ആൻസറിന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എക്സാമിന്, നമ്മൾ അതിലേക്ക് വരാം. കറക്റ്റ് ആൻസറിന് +4 മാർക്കും, ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ -1 മാർക്കും കിട്ടും. അറ്റംപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 മാർക്കും. സോ നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. നമുക്ക് പറ്റുന്ന ഓരോ മിസ്റ്റേക്കുകളും അത് നമ്മുടെ റിസൾട്ടിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 3 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. +1 +2 NCERT സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 2 സെക്ഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. അതിലെ ഫസ്റ്റ് സെക്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ എ 20 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാകും. സെക്ഷൻ ബി എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. അതിൻ്റെ ആൻസർ ഒരു കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. ഒരു ഇൻറ്റിജർ ആവാം, അതുപോലെ തന്നെ ഡെസിമൽ ആവാം. അപ്പോൾ ആ നമ്പറാണ് സെക്ഷൻ ബിയിൽ വരിക. അതിൽ 10 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ജെഇ മെയിൻ്റെ പേപ്പർ 1 എഴുതാനുണ്ടായിരിക്കാം. ഈ 90 ക്വസ്റ്റ്യൻസ് നമുക്ക് മുഴുവനായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതിലെ സെക്ഷൻ ബിയിൽ നമ്മൾ 5 എണ്ണം മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. 10 എണ്ണത്തിൽ നിങ്ങൾ 5 എണ്ണം മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. സോ ടോട്ടൽ നമുക്ക് 75 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം അറ്റംപ്റ്റ് ചെയ്യണം നിർബന്ധമില്ല, നിങ്ങൾക്ക് അറിയാത്തത് ഒഴിവാക്കാം. സോ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസിൽ 4 ആണ് ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്ക്. അങ്ങനെ ഔട്ട് ഓഫ് 300 ആണ് ജെഇ മെയിൻ്റെ പേപ്പർ 1 റിസൾട്ട് വരാൻ പോകുന്നത്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് പരിചയമുള്ള പേരുകളായിരിക്കും. NITs, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളാണ്. 30-ൽ കൂടുതൽ NITകളിലായിട്ട് ആയിരക്കണക്കിന് സീറ്റുകൾ ബിടെക് കോഴ്സുകളിലേക്ക് ഈ ഒരു എക്സാമിലൂടെയാണ് സെലക്ഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വേറെ മറ്റൊരുപാട് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള, സെൻട്രൽ ഫണ്ടഡ് ആയിട്ടുള്ള മറ്റ് പല ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും അഡ്മിഷൻ എടുക്കുന്നത് ഏത് വഴിയാണ്, ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് കൂടാതെ സം സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളും എന്ത് ചെയ്യാറുണ്ട്, ജെഇ മെയിൻ്റെ റിസൾട്ട് അവരുടെ അഡ്മിഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കോളേജുകളിലേക്കുള്ള ആയിരക്കണക്കിന് ബിടെക് സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നൽകുന്ന എക്സാം ആണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി പേപ്പർ 2A കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആർക്കിടെക്ചർ ഫീൽഡിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മാത്സും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പിന്നെ ഒരു ഡ്രോയിങ് ടെസ്റ്റും ഉണ്ടായിരിക്കും. മാത്സിൽ 20ഉം 10ഉം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ന്യൂമറിക്കലുണ്ട്, അതുപോലെ തന്നെ MCQ ഉണ്ട്. പിന്നെ ആപ്റ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യൻസ്, MCQ ആയിട്ട് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡ്രോയിങ് ടെസ്റ്റിന് സെപ്പറേറ്റ് പേപ്പറൊക്കെ തന്നുകൊണ്ട് 2 ഡ്രോയിങ് ടെസ്റ്റുകളും ടോട്ടൽ 82 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2A ആർക്കിടെക്ചർ എക്സാമിന് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പേപ്പർ 2A കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഡ്രോയിങ് ടെസ്റ്റ് ഇൻ പെൻ ആൻഡ് പേപ്പർ മോഡ് ആയിരിക്കും. ഡ്രോയിങ് ടെസ്റ്റ് മാത്രം അവർ പേപ്പർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു A4 ഷീറ്റിലുള്ള ഒരു ഡ്രോയിങ് ടെസ്റ്റ് ആയിരിക്കും. സെക്ഷൻ ബിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10-ൽ 5 എണ്ണം മാത്രം എഴുതിയാൽ മതി. മാർക്കിംഗ് സ്കീമൊക്കെ എന്താണ്, ജെഇ മെയിനിലെ ഫസ്റ്റ് പേപ്പറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, NITസിൽ BArch കോഴ്സുകളുണ്ട്. ആർക്കിടെക്ചർ കോഴ്സുകൾ പല NITകളിലും അവൈലബിൾ ആണ്. അതുപോലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ SPA എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് സ്കൂളുകളുണ്ട്. അവിടേക്കുമുള്ള അഡ്മിഷൻ ഈ ഒരു എക്സാം വഴിയാണ് എടുക്കുന്നത്. ഇനി പേപ്പർ 2B നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് മാത്സും ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഒരു പ്ലാനിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻസിൻ്റെ സ്കീം, ഇത് ആൻസർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സിമിലർ ആണ്. ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പ്ലാനിങ്ങിൽ നിന്ന് 25ഉം, ടോട്ടൽ 105 ക്വസ്റ്റ്യൻസ്. അതിൽ സെക്ഷൻ ബിയിൽ മാത്തമാറ്റിക്സിൽ സെക്ഷൻ ബിയിൽ നമ്മൾ 5 ന്യൂമറിക്കൽ മാത്രം എഴുതിയാൽ മതി. ദെർഫോർ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2Bയിൽ ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് സെക്ഷൻ എക്സാം ആണ്. അതുപോലെ തന്നെ ആകെ ഒരു സെഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 സെഷൻ ഒന്നുമില്ല. 3 to 6 എന്ന് പറയുന്ന ഒരു ഒറ്റ സെഷൻ മാത്രമാണുള്ളത്. എക്സ്ട്രാ 60 minutes is given for BArch paper is also taken. If BArch paper is also taken. BArchും കൂടെ എടുക്കുന്ന ഒരാൾക്ക്, രണ്ടും എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിലെ ആദ്യത്തെ 2 സെക്ഷൻസ് ആക്ച്വലി എന്താണ്, രണ്ടിനും കോമൺ ആണ്. പേപ്പർ 2Aയിലും പേപ്പർ 2Bയിലും ആപ്റ്റിറ്റ്യൂഡ് മാത്തമാറ്റിക്സ് കോമൺ ആണ്. അപ്പോൾ BArchും കൂടെ എഴുതുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു 60 minutes കൂടെ എക്സ്ട്രാ കിട്ടും ഡ്രോയിങ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. മാർക്കിംഗ് സ്കീമൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ +4 -1 എന്നുള്ളതാണ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെ SPA പ്ലാനിംഗ് കോഴ്സുകളിലേക്ക്, ബാച്ചിലർ ഓഫ് പ്ലാനിങ്ങിൽ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. SPA ഡൽഹി, ഭോപ്പാൽ, അതുപോലെ വിജയവാഡ ഒക്കെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് SPA സ്കൂളുകൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജെഇ മെയിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റിസൾട്ടുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടുകൾ അറിയാം? യൂഷ്വലി സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി, ഏത് ഗ്രേഡാണ്, നമുക്ക് A+ ആണോ A1 ആണോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റിസൾട്ടുകൾ അറിയാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല.
കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ അൾട്ടിമേറ്റ്ലി ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എല്ലാവരെയും ക്വാളിഫൈ ചെയ്യിക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കൊടുക്കാനുള്ള എക്സാം അല്ല. പകരം എത്ര സീറ്റുകളാണോ ഗവൺമെൻറ് കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിലേക്കുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുക, ബാക്കിയുള്ള ആളുകളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എക്സാമുകളാണ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും. അതുകൊണ്ട് തന്നെ ഇവിടെ റിസൾട്ടുകൾ നിങ്ങൾ പുതിയൊരു ടേം മേ ബി ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഉണ്ടാവാം, പേഴ്സൻറ്റൈലാണ് എക്സ്പ്രസ് ചെയ്യുക. പലപ്പോഴും പേഴ്സൻറ്റൈലാണ് നമ്മൾ റിസൾട്ടുകൾ പറയുക. പേഴ്സൻറ്റേജും പേഴ്സൻറ്റൈലും രണ്ടും ഡിഫറൻ്റ് ആണ്. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 90 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 90% മാർക്ക് ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അത് നമുക്ക് A+ എന്നുള്ള ഒരു ഗ്രേഡിലേക്ക് നമ്മൾ എത്താറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 50 ആണെങ്കിൽ 50% ആണ് മാർക്ക്. എന്നാൽ ഇവിടെ മാർക്കിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ടോട്ടൽ എഴുതിയ കുട്ടികളുടെ എണ്ണത്തിൽ നിങ്ങൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്. കാരണം അതാണ് നമ്പർ ഓഫ് സീറ്റുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് അൾട്ടിമേറ്റ്ലി നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ റിലേറ്റീവ്ലി നിങ്ങൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 99% എന്താണെന്ന് ഞാൻ പറഞ്ഞു, 100ൽ 99 മാർക്ക് കിട്ടണം. എന്നാൽ 99% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% ഓഫ് സ്റ്റുഡൻസ് ടോട്ടൽ ഈ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്ത സ്റ്റുഡൻസിൽ അതിൽ 99% കുട്ടികളും എന്താണ് ഹാവ് ഈക്വൽ ഓർ ലെസ് ദാൻ ഓഫ് യുവർ മാർക്ക്. അത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ താഴെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിൻ്റെ താഴെയാണ് 99% കുട്ടികളും. അപ്പോൾ ആലോചിച്ച് നോക്കുക, 99% അപ്പോൾ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. മൊത്തം എക്സാം എഴുതിയ കുട്ടികളിൽ നിങ്ങളെക്കാൾ താഴെയാണ് 99%. അതാണ് 99%ൻ്റെ ഡിഫറൻസ്. പാരൻസ് അടക്കം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു കുട്ടിക്ക് 99% അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് 95% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത്രയും മാർക്ക് കിട്ടി എന്നല്ല അർത്ഥം. ഓക്കെ, മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 10 lakh എക്സാം എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുക. യൂഷ്വലി ആ ഒരു നമ്പറിന് അറൗണ്ട് ആയിട്ടാണ് JEE എക്സാം എഴുതാറുള്ളത്. 10 ലക്ഷം കുട്ടികൾ JEE എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 99% ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഓൾ ഇന്ത്യ റാങ്ക് 10,000 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഈ കാണുന്ന 10 ലക്ഷത്തിലെ ടോപ്പ് 1% അയാൾ എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ 99% കിട്ടിയെന്ന് പറയാൻ അയാളുടെ റാങ്ക് 10,000 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്ക് JEE 10 ലക്ഷം ആൾക്കാർ എഴുതിയ JEE 95% കിട്ടിയെന്ന് വിചാരിക്കുക. അയാളുടെ റാങ്ക് എത്രയായിരിക്കും? 50,000 ആയിരിക്കും അയാളുടെ ഓൾ ഇന്ത്യ റാങ്ക്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം റിസൾട്ട് ആലോചിക്കുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ 12 ലക്ഷം ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ 12 ലക്ഷം കുട്ടികൾ JEE എഴുതുകയാണെന്നുണ്ടെങ്കിൽ 99% കിട്ടിയാൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് 12,000 ആയിരിക്കും. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? ലെറ്റ്സ് സേ 10,000 സീറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 10,000 സീറ്റ് മാത്രമേ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു പരീക്ഷയിൽ 12 ലക്ഷം കുട്ടികൾ എഴുതി, നിങ്ങൾക്ക് 99% കിട്ടി. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണ്? 12,000 ആണ് നിങ്ങളുടെ റാങ്ക്. ആകെയുള്ള സീറ്റ് എത്രയാണ്? 10,000. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ കിട്ടില്ല. അതാണ് ഈ പേഴ്സൻറ്റേജിൻ്റെ ഒരു പ്രത്യേകത. ഇത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് വിൽ ബി പബ്ലിഷ്ഡ് അലോങ് വിത്ത് ഏപ്രിൽ സെഷൻ റിസൾട്ട്. 2 സെഷനും കഴിഞ്ഞ് ഫൈനലി എന്ത് ചെയ്യും? ബെസ്റ്റ് ഓഫ് 2 ആണ് ഇതിൽ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് 2 എക്സാമും എഴുതാം, ജനുവരിയിലും ഏപ്രിലും എഴുതാം. ഇതിലെ ഏറ്റവും ബെസ്റ്റ് പേഴ്സൻറ്റേജിൽ ഏത് സെഷനിലാണോ കിട്ടിയത്, ജനുവരി ഓർ ഏപ്രിൽ, അതാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജനുവരിയിൽ നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് 99 ഉണ്ടാക്കി എന്ന് വിചാരിച്ചോ, 99% നിങ്ങൾക്ക് ജനുവരിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്കൊരു NITയിൽ നല്ല NITയിൽ തന്നെ എന്താണ് സീറ്റ് ഉറപ്പാണ്. ആ ഒരു ഉറപ്പിച്ച സീറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് JEE അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി എവിടെ പറയാൻ പോകുന്നത്? ഇതിൻ്റെ പാർട്ട് 2 ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ JEE മെയിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ IITകളും NITകളും ഒക്കെ സ്വപ്നം കാണുന്ന നിങ്ങളുടെ 10th 11th ക്ലാസ്മേറ്റ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് XY യൂണിവേഴ്സൽ JEE ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസും അനൗൺസ്മെൻറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.